നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. Six of Pentacles, Six of Wands, Ace of Cups, Seven of Swords, Justice, the Moon, the Star, Page of Pentacles, Queen of Pentacles, Ace of Wands. കൂടുതൽ പോസിറ്റീവ് കാർഡ്സ് ആട്ടോ വന്നിട്ടുള്ളത്. റിവീൽ എന്നാണ്. ഡാമേജ്, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, ഹോൾഡിംഗ് ബാക്ക്, സോൾ കോൺട്രാക്ട്, ഓവർവെൽമഡ് എന്നാണ് കാണിക്കുന്നത്. ഫോർഗിവ്നെസ് എന്നാണ്. അൺവർത്തി, ഒരെണ്ണം കൂടി എടുക്കാം. മിസ്റ്റേക്സ് എന്നാണ്. ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മിസ്റ്റേക്കുകൾ തിരുത്തി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അവരുടെ തെറ്റുകൾ റൈറ്റ് ആക്കണം, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ശരിയാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ്. ഇവിടെ സ്റ്റാർ കാർഡ് കാണിക്കുന്ന ഒരു പുതിയ തുടക്കം, അവരൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അവരിതുവരെ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ അവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി നല്ലൊരു രീതിയിൽ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അവരവരുടെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി അവരുടെ ഭാഗത്ത് എവിടേക്കാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഫോർഗിവ്നെസ് എന്ന് വന്നിട്ടുണ്ട്. ദ മൂൺ കാർഡാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല നിങ്ങളും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. രണ്ടുപേരും ഒരു നോക്കോഡ സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടുപേരും ഡാമേജ്ഡ് ആണ്, രണ്ടുപേരും പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്കും ഈ ഒരു റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ സ്ട്രെസ് അവർക്കും ഉണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നത്. ഫോർഗിവ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഈ റിലേഷനിൽ ഒരു ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി രണ്ടുപേരും ഫോർഗീവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു
മുൻ കാർഡ് ഇവിടെ കാണിക്കുന്നത് അത്രയും രണ്ടുപേരും ഇമോഷണലി ഇപ്പോൾ വീക്കാണ്, രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷൻ രണ്ടുപേർക്കും, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, അതല്ലെങ്കിൽ ലെസ് കോൺടാക്ട് ആണെങ്കിൽ, അത് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര പെയിനാണ് ഉണ്ടാക്കുന്നത്. രണ്ടുപേരും അത്രയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേർക്കും ഈ ഒരു സെപ്പറേഷൻ അത്രയും പെയിൻഫുൾ ആയി മാറുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രയും വിഷമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതുപോലെ വിഷമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്, രണ്ടുപേരുടെയും മിസ്റ്റേക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, രണ്ടുപേരും പരസ്പരം ക്ഷമിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെസ്സായിട്ടാണ്, സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ സെൻ ഓഫ് സോർഡ്സ് എനർജി കാണിക്കുന്നത് അവർ നിങ്ങളിൽ നിന്നൊരു അകൽച്ച വെക്കുന്നത് അവരുടെ മനസ്സിലുള്ള സ്ട്രെസ് കൊണ്ടാണ്, സ്ട്രെസ്ഫുൾ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ അവിടെ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അവരുടെ ഫാമിലിയിലുള്ള സ്ട്രെസ് ആയിരിക്കാം, ഈ റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അവരത്രയും മാനസികമായിട്ടുള്ള ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കണക്ട് ചെയ്യുകയോ ചെയ്താൽ അത് ശരിയാവില്ല. അത് രണ്ടുപേരെയും ചിലപ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതിന് കാരണമായേക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒന്ന് അകൽച്ച വെച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം അവർ മാറി നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആയിട്ട്, അതായത് കരിയർ ഗ്രോത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിക്കോട്ടെ എല്ലാ രീതിയിലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ സെൽഫ് ഗ്രോത്തിലോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അവർക്ക് ഒരു അൺവർത്തി ആയിട്ടാണ് അവരെ ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങൾക്ക് ഒരു മാച്ച് അല്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നു എന്നുള്ളതാണ്. അവർ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, അവർ വർത്തിയല്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് അവർ ഈ ഒരു റിലേഷനിൽ ഒരു ഗ്യാപ്പ് ഇടുന്നു. അതുപോലെ അവരിപ്പോൾ അവരുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ അവരുടെ സിറ്റുവേഷൻ ഓക്കെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ട് ഇരിക്കുകയും നിങ്ങൾ എല്ലാ രീതിയിലും സ്റ്റേബിളായും നല്ല രീതിയിൽ പോവുകയും ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ വാല്യൂ ഇല്ലാത്ത പോലെ, അതായത് നിങ്ങളുടെ മുന്നിൽ അവർ വാല്യുബിൾ അല്ലാത്ത പോലെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വേണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. കാരണം ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ പോലും ഇത് ഒരു സോൾ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് പല കാര്യങ്ങളും 6 ഓഫ് പെന്റിക്കിൾസ് കാർഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഒരുപോലെ എല്ലാ കാര്യങ്ങളും ഇടപെടണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളോട് പല കാര്യങ്ങളും റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ളതായിരിക്കും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ റിലേഷൻ നമുക്ക് ഒന്നുകൂടി സ്ട്രെങ്തൻ ആക്കി മുന്നോട്ട് പോകണം. അതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അവർ തുറന്നു പറയാനും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതിൽ എനിക്ക് വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ അതൊക്കെ നിങ്ങളോട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷനിൽ 6 ഓഫ് വാൺസ് എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, ഒരു റീയൂണിയൻ ഉണ്ടാവുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ജസ്റ്റിസ്, നീതി, അതായത് നിങ്ങളെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ളത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അതുപോലെ അവരുടെ ഭാഗത്തുനിന്നും തിരിച്ചു കിട്ടുന്നതായിട്ടാണ്. ഏസ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു കപ്പ് നിറഞ്ഞൊഴുകുന്ന പോലെ തന്നെ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ റിലേഷൻ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്.
ഈ റിലേഷൻ അവരുടെ കയ്യിൽ തന്നെ വേണം. ഈ ഒരു പെൻഡിക്കിൾ അവർ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ റിലേഷനും അവർക്ക് അവരുടെ ലൈഫിൽ സൂക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ്. ഇവർ ഹോൾഡിങ് ബാക്ക് എന്നാണ് പറയുന്നത്. അവർ അവരുടെ ഒരു ബെറ്റർ വേർഷൻ, അതായത് അവരുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സെൽഫ് ഉണ്ട് അവർക്ക്, അത് പുറത്തെടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ പേഴ്സൺ ആവണം അവർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവരുള്ളത്. അവരിപ്പോൾ അവരുടെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ട്രസ്റ്റ് എന്നാണ്. നിങ്ങൾ ഈ റിലേഷനിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം. ഈ റിലേഷൻഷിപ്പിൽ അവർ ഒരിക്കലും ഈ റിലേഷൻ വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഈ റിലേഷൻ വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ മാറ്റങ്ങൾ വരും, ഒരു നല്ല ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിലായാലും നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ അവരുടെ പേഴ്സണാലിറ്റിയിലും അവർ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കൊക്കെ റിയലൈസ് ചെയ്തിട്ട് ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റിമൈൻ പോസിറ്റീവ് എന്നാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസും പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ വെക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുമ്പോഴേ ഏത് കാര്യമായാലും നടക്കുള്ളൂ. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പും. നിങ്ങളുടെ പേഴ്സൻ്റെ മുകളിൽ ട്രസ്റ്റ് വേണം. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. ഈ റിലേഷൻ മുന്നോട്ട് പോവും, അല്ലെങ്കിൽ ഇതെൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ള ഒരു ട്രസ്റ്റ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഓക്കെ, അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചിട്ടേ മറ്റൊരാളെ സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മളുടെ സോളിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനവും അത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാതെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കൊടുക്കും എന്നുള്ള രീതിയിൽ നിന്നാൽ നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും ഒന്നും ആരും ഉണ്ടാവില്ല. ആദ്യം നിങ്ങളാണ് നിങ്ങളുടെ സോളിന് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾ പുറത്തുള്ള എല്ലാവർക്കും, എല്ലാ സോൾസിൻ്റെയും പിറകെ ഓടി അവർക്ക് റെസ്പെക്റ്റും സ്നേഹവും അവർ എന്തോ ഒരു വാല്യുബിൾ ആയിട്ടുള്ള എന്തോ ഒരു നിധിയാണ് എന്നുള്ള രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളുടെ സോളിനെ നിങ്ങൾ നിന്ദിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ തന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ആദ്യം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട്, അതായത് എന്നും മോർണിംഗിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയണം നിങ്ങൾ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എന്ന് പറയണം. അതുപോലെ നിങ്ങൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, അങ്ങനെ മിറർ ടെക്നിക്കുകളൊക്കെ ചെയ്യണം. നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ പറയണം, ഞാൻ വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് എല്ലാ രീതിയും ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലും സക്സസ് ഉണ്ടാവും. നിങ്ങളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ മാത്രം അതിൽ കൂടുതൽ സൗന്ദര്യവും സ്വഭാവവും അല്ലെങ്കിൽ സ്വഭാവ മഹിമയുള്ള ഒരു പേഴ്സണാണ്, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുള്ളൊരു ചിന്ത സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വേണം. അതെന്നും നിങ്ങൾ രാവിലെ എണീറ്റതിന് ശേഷം മിററിൽ നോക്കി എന്നും പറഞ്ഞു നോക്കൂ, ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ Y, ലെറ്റർ F, ചതയം, അശ്വതി, ചോതി, അനീഴം, 1985, 1987, ലെറ്റർ T, ലെറ്റർ H, ലെറ്റർ P, ലെറ്റർ S, ലെറ്റർ J,
അവിട്ടം, ഭരണി, ഉത്രട്ടാതി, പൂരം, പുണർദം, വിശാഖം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.